എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കുന്നുണ്ടല്ലോ എന്ന് ഹൈക്കോടതി. പുതിയ സമൻസിന്മേൽ മറുപടി നൽകാൻ ഇ ഡി സാവകാശം തേടി. എന്തിനാണ് പുതിയ സമൻസ് നൽകിയതെന്ന് ഇ ഡി വ്യക്തമാക്കണമെന്നായിരുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ അഭിഭാഷകന്റെ ചോദ്യം. കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജികൾ മെയ് 22-ന് പരിഗണിക്കാൻ മാറ്റി. ശ്യാം ദേവരാജും ഈ വിശദാംശങ്ങൾ നൽകും. ശ്യാം, എന്താണ് കിഫ്ബിയുടെ കേസിനകത്ത് ഹൈക്കോടതിയുടെ ഒരു ടോൺ? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരുന്നു നേരത്തെ ഹർജി പരിഗണിച്ചിരുന്നത്. ഇന്നത് മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വന്നത്. ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടല്ലോ എന്ന കാര്യമാണ്. രേഖകൾ പരിശോധനയ്ക്ക് ശേഷം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സിംഗിൾ ബെഞ്ച് ഒരു പരാമർശമായി നടത്തിയത് പുതിയ സമൻസിന്മേൽ മറുപടി നൽകാൻ കൂടുതൽ സാവകാശം വേണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ ARL സുന്ദരേശൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കുകയും ചെയ്തത്. അവരാവശ്യമായി മുന്നോട്ട് വെച്ചത് ഇക്കാര്യം ഹൈക്കോടതി അംഗീകരിച്ചു. മറുപടി നൽകാൻ കൂടുതൽ സാവകാശം ഇ ഡിക്ക് ഹൈക്കോടതി നൽകുകയും ചെയ്തു. എന്തിനാണ് പുതിയ സമൻസ് നൽകിയത്? നേരത്തെ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് പുതിയ സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു. ഈ മാസം 13-ന് നേരത്തെ 13-ന് ഹാജരാകണം, മാർച്ച് 13-ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ സമൻസ് നൽകുകയും ചെയ്തിരുന്നത്. ഈ സമൻസ് അനുസരിച്ച് പക്ഷേ തോമസ് ഐസക്ക് ഹാജരാകേണ്ട കാര്യമില്ല എന്ന കാര്യമായിരുന്നു തോമസ് ഐസക്ക് അന്ന് തന്നെ ഹൈക്കോടതിയിൽ നിലപാടായി വ്യക്തമാക്കുകയും ചെയ്തത്. ഈ സമൻസ്, പുതിയ സമൻസ് നൽകിയത് എന്ത് ആവശ്യത്തിലാണ് ഇത്തരമൊരു സമൻസ് നൽകിയത് എന്ന കാര്യം വ്യക്തമാക്കണമെന്നായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. കാരണം ഇ ഡിയുടെ സമൻസിൽ അത്തരമൊരു വ്യക്തതയില്ല. ഈ സാഹചര്യത്തിലാണ് ആ സമൻസിന്മേൽ വ്യക്തത ആവശ്യപ്പെടുകയും ചെയ്തത്. തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. കാരണം കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയുള്ള ഡയറക്ടർ ബോർഡാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. തനിക്ക് വ്യക്തിപരമായി വിവരങ്ങളൊന്നും നൽകാനില്ല എന്ന കാര്യവും കൂടിയായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്ക് നേരത്തെ തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത്. കിഫ്ബിയുടെയും ഒപ്പം ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഹർജികൾ മെയ് 22-ലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. കാരണം ഇനി ഹൈക്കോടതിയുടെ ദീർഘമായ ഒരു അവധി കാലമാണ് വരാനിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കിഫ്ബിയുടെയും ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഹർജികൾ പരിഗണിക്കുക. സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരായ ജയദീപ് ഗുപ്തയും ഒപ്പം അരവിന്ദ് പി ദത്താറുമാണ് ഹാജരായത്. ഇതിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അനുവദിക്കണം, അതിനുള്ള അനുമതി നൽകണമെന്ന് കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. അത്തരമൊരു അനുമതിയും ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ